അൽഹംദുലില്ലാ, ഞാനിപ്പോൾ ഉള്ളത് യൂനുസ് നബി അലൈഹി സ്വലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച മസ്ജിദുൽ അക്സയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങളിവിടെ സിയാറത്തിന് വന്നതാണ്. നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലാണ് നാം നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായത്തിന്റെ പേരാണ് സൂറ യൂനുസ്. ഖുർആനിൽ അദ്ദേഹത്തിന്റെ പേര് 4 സ്ഥലത്ത് വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വേറെ 2 സ്ഥലത്ത് മറ്റൊരു പേരിലാണ് ദുന്നൂൻ എന്ന പേരും സാഹിബുൽ ഹൂത്ത് എന്ന പേരിലും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇറാഖിലായിരുന്നു മഹാനവറുകൾ ജനിച്ചത്. നീനവ പ്രദേശത്ത് തായിഫിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മിൽ പലരും ചരിത്രം കേട്ടിട്ടുണ്ട്. അദ്ദാസിന്റെ തോട്ടത്തിൽ അദ്ദാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിരിക്കൊലയുമായിട്ട് പോയി വിശേഷങ്ങളൊക്കെ തിരക്കി. നീനവ പ്രദേശത്തുകാരനാണെന്ന് പറഞ്ഞപ്പോൾ യൂനുസ് മത്തായിയുടെ, എൻ്റെ സഹോദരൻ യൂനുസ് മത്തായിയുടെ നാട്ടുകാരനാണോ എന്ന് ചോദിച്ചു. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് മത്ത എന്നായിരുന്നു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ പ്രദേശത്ത് തന്നെ പ്രവാചകനായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്തു. പക്ഷെ ആ ജനം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം ക്ഷമ കെട്ട് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്ന ഭയത്താൽ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാടുവിട്ടു. ആ സമൂഹത്തോട് പറഞ്ഞിരുന്നു 40 ദിവസത്തിനുള്ളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്ന്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാടുവിട്ടപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ ഭയമായി. ശിക്ഷയുണ്ടാകുമോ എന്ന ഭയം. അവർ യൂനുസ് നബി അന്വേഷിച്ച് നടക്കുന്നു. അവസാനം ദിവസം അടുക്കുന്ന 40-ാമത്തെ ദിവസം അടുക്കുന്തോറും ഭയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്കായി. ഒരു മൈതാനത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പടച്ചവനോട് അങ്ങേയറ്റം താഴ്ന്ന് കേൾന്ന് പശ്ചാത്തപിച്ച് മടങ്ങി. അങ്ങനെ ആ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാറ്റിക്കൊടുത്തു. എന്നാൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്ഷമ കാണിച്ചതിന്റെ കാരണത്താൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നാടുവിട്ട് വരുമ്പോൾ കടൽ കടക്കുന്നതിന് വേണ്ടി ഒരു കപ്പലിൽ കയറി. ചരക്ക് കപ്പലായിരുന്നു, ആളുകളും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ വലിയ കൊടുങ്കാറ്റ്, വലിയ കോലിളക്കം. ആ സാഹചര്യത്തിൽ കപ്പിത്താൻ പറഞ്ഞു, ഒരാള് ഭാരം കൂടുതലാണ്, ഒരാള് കടലിലേക്ക് ഇടേണ്ടി വരും.